കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിന് മുന്നിൽ വലിയ പ്രതിഷേധം അരങ്ങേറുന്നുണ്ട്. BJP പ്രവർത്തകരൊക്കെ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ അവരുടെ പ്രതികരണം കണ്ടതാണ്. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി. സമീർ, പ്രതിഷേധക്കാർ അവിടെയുണ്ട്, കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുകയാണെന്ന് തോന്നുന്നു. വലിയ പോലീസ് സന്നാഹമൊക്കെ അവിടെ ഉണ്ടല്ലേ? മലയാളികളെ സംരക്ഷിക്കുന്ന പോലീസ് എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം മുഴക്കി അവരുടെ പ്രതിഷേധമാണ് അവിടെ. നേരത്തെ BJP പ്രവർത്തകർ 24-നോട് പ്രതികരിക്കുമ്പോൾ അവർ പറഞ്ഞത് ഈ കുറ്റവാളിയെ, അവർ കൊലയാളിയാണ്, അവർക്ക് പ്രത്യേക പരിഗണന നൽകി സ്വകാര്യ വാഹനത്തിൽ അവരെ കൊണ്ടുപോവുകയാണ്, പൂർണ്ണമായും അവർക്ക് സുരക്ഷയൊരുക്കുകയാണ് പോലീസ് ചെയ്യുന്നത് എന്ന ഗുരുതരമായ ആരോപണവും അവർ ഉന്നയിച്ചിരുന്നു. വലിയ പ്രതിഷേധമുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് മുന്നിൽ. പോലീസ് സന്നാഹവും ഉണ്ട് അവിടെ. നമ്മൾ തിരികെ അജി കുഞ്ഞുമോനിലേക്ക് പോകുന്നു. അജി, ഇനിയിപ്പോൾ കോടതി നടപടിക്രമങ്ങളാണ്. എന്താണ് അടുത്ത നടപടി എന്നുള്ളതാണ് അറിയാനുള്ളത്. ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് നമുക്കറിയാം. അപ്പോൾ അടുത്ത നടപടികളൊക്കെ എങ്ങനെയാകും? തീർച്ചയായിട്ടും അനുജ, അടുത്ത നടപടിക്രമങ്ങൾ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. കാരണം നിരവധി പരാതികൾ ഇതിനോടകം തന്നെ ഷിംജിതയ്ക്കെതിരെ ഉയർന്നിരുന്നു. അപ്പോൾ സൈബർ ഇടത്തിൽ നിരവധി വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉയരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരുപക്ഷെ പോലീസ് റിമാൻഡ് ചെയ്തതിനു ശേഷം പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അത് വരുന്ന സമയങ്ങളിൽ മാത്രമായിരിക്കും നമുക്ക് അറിയാൻ കഴിയുക. ഇതുമായി ബന്ധപ്പെട്ട് കോടതി നടപടിക്രമങ്ങൾ ഇപ്പോഴും ഉള്ളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് കുന്നമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഷിംജിതയെ പോലീസ് എത്തിച്ചത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം പല ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. എടുത്തു പറയേണ്ടത്, വടകരയിലെ താലൂക്ക് ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം നേരെ ഇവിടേക്ക് കൊണ്ടുവരുന്ന ഈ പ്രതിയെ ആദ്യം കൊണ്ടുവന്നത് സ്വകാര്യ വാഹനത്തിലാണെങ്കിൽ പിന്നീട് ഇവരെ കൊണ്ടുവന്നത് സ്വകാര്യ വാഹനത്തിലല്ല. വലിയ തരത്തിൽ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷം പോലീസിൻ്റെ തന്നെ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പോലീസിൻ്റെ തന്നെ വലിയ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി പോലീസിൻ്റെ തന്നെ വാഹനത്തിലാണ് ഇവരെ തിരികെ കൊണ്ടുവന്നത്. വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നത്. പക്ഷേ സുരക്ഷ മുൻനിർത്തിയാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത് എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന വിശദീകരണം. ഇപ്പോൾ കുന്നമംഗലം കോടതിയിലേക്ക് ഷിംജിത മുസ്തഫയെ കൊണ്ടുവന്നിരിക്കുകയാണ്. അടുത്ത നടപടികൾ എന്ത് എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.